نور الله فجرا جئت بعد العسر يسرا ربنا علاك قدرا. عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട തൗഹീദ് സ്നേഹ സംവാദം എന്ന ഗ്രൂപ്പിലെ അഡ്മിന്മാർ, എന്നോട് സംവദിക്കുന്ന നമ്മുടെ സഹോദരൻ ബാബ സാഹിബ്, അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാർ, മറ്റു ശ്രോതാക്കൾ, നമ്മൾ ഇവിടെ ഇന്ന് ഒരു സംവാദത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബാബ സാഹിബാണ് എതിർപക്ഷത്തുള്ളത്. ബാബ സാഹിബിൻ്റെ വാദം മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുക, അതായത് ഇസ്തിആസ ചെയ്യുക എന്നുള്ളത് അത് ശിർക്കാണ് എന്നാണ്. ആ ശിർക്കാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമ്മുടെ വാദമോ, മഹാന്മാരായ ആളുകളോട്, മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ഷിർക്ക് അല്ല എന്നതും ആണ് വാദം. നാം ഇവിടെ വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട വിഷയം, അവിടെ ഒരാൾ ഷിർക്കാണ്, അല്ലെങ്കിൽ ഒരു ഹറാമാണ്, അല്ലെങ്കിൽ അത് കറാഹത്താണ് എന്നൊക്കെ പറയണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും തെളിവ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു തെളിവ് ഈ വിഷയത്തിൽ ബാബ സാഹിബ് തരേണ്ടതാണ്. ആ ഒരു വിഷയം വ്യക്തമായിട്ട് തരാൻ ഇലാ യൗമുൽ ഖിയാമ ഒരാൾക്കും തന്നെ, അല്ലെങ്കിൽ ഒരു മുജാഹിദിനും തന്നെ കഴിയുകയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊരു പുത്തൻ വാദമാണ് എന്ന് വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആനിൽ ഇസ്തിആസയെ അനുകൂലിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായ ആയത്തുകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇസ്തിആസ ഷിർക്ക് അല്ല എന്ന വാദമാണ്, ഷിർക്കാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന വാദമാണ്. അതുപോലെ തന്നെ ഒരു പണ്ഡിതന്മാരും ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് വിരോധിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. എങ്കിലും ഞാൻ തെളിവുകൾ പറയില്ല എന്നല്ല. എന്നാൽ തെളിവിന്റെ ആവശ്യം നമുക്ക് ഇല്ല. കാരണം എന്തേ? എന്റെ കൈവശം ഒരു ആപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉള്ളതിനിക്ക് എന്ത് കൊടുക്കണം? കാണിച്ചു കൊടുക്കണം. ഉണ്ട് എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ ഇസ്തിആസ എന്ന് പറഞ്ഞത് ഷിർക്കാണ് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. സഹായത്തേട്ടം, മരണപ്പെട്ടവരുള്ള സഹായത്തേട്ടം അത് ഷിർക്കാണെന്നോ ഹറാമാണെന്നോ കുഫറാണെന്നോ ഒന്നും ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ തെളിവിന്റെ ആവശ്യം തന്നെ ഇല്ല, തെളിവ് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനമോ ഇത് ഷിർക്കാണെന്നുണ്ട് എന്ന വാദം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും അവരൊരു തെളിവ് കൊണ്ടുവരണം, നിർബന്ധമായിട്ടും കൊണ്ടുവരണം. കാരണം ഹറാം, കള്ളുകുടി ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, വ്യക്തമായ തെളിവുകളുണ്ടോ? അപ്പൊ ഇസ്തിആസ ഷിർക്കാണ് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകമായ തെളിവുകൾ തന്നെ വേണം. അത് തീർച്ചയാണ് എന്നുള്ളത് വളരെ കൃത്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും 4 മിനിറ്റാണ് നമ്മുടെ സമയം അനുവദിച്ചിട്ടുള്ളത് വിഷയാവതരണത്തിന്. താൽക്കാലികമായി വിഷയാവതരണം ഞാൻ നിർത്തുന്നു. ബാബാ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിമീങ്ങൾ മരണപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നീ മഹാന്മാരോട് ആവശ്യങ്ങൾ നിറവേറുവാൻ അവരെ വിളിക്കുകയും സഹായാർത്ഥന ഇസ്തിഗാസ നടത്തുകയും ചെയ്യുന്നു. ഇത് വലിയ ശിർക്കാകുന്നു. അശ്ശിർക്കു ബില്ലാഹ്. എങ്ങനെയാണ് ശിർക്കാകുന്നത്? അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് കൊണ്ടാണ്. പങ്കുചേർക്കുന്നത് അവന്റെ സിഫാത്തുകളിലാണ്.
നാമഗുണങ്ങളിൽ. അതുകൊണ്ട് മരണപ്പെട്ട മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ദുആ ആകുന്നു. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. ഇതാണ് എല്ലാ നബിമാരും അവരെ പിൻപറ്റിയവരും പഠിപ്പിച്ചിട്ടുള്ളത്. പഠിപ്പിച്ച ആദർശം ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാ നബിമാരും അവിടുന്ന് പ്രബോധനം ചെയ്തു. മഅന ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രം നൽകുക. ഇതാണ് മുസ്ലിമീങ്ങളുടെ ആദർശം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആദർശം, സലഫുസ് സാലിഹീങ്ങളുടെ ആദർശം. ഈ ആദർശത്തിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. സമസ്തക്കാർ സുന്നികൾ എന്ന് പറഞ്ഞ് ഈ ആദർശത്തിനെതിരായി പ്രവർത്തിക്കുന്നു. മമ്പുറം തങ്ങളെ സഹായിക്കണമേ, മുഹ്യിദ്ദീൻ ഷേഖെ കാക്കേണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെ സഹായാർത്ഥന ഇസ്തിഗാസ നടത്തുന്നു. മരണപ്പെട്ടവർ കേൾക്കുന്നതും സഹായിക്കുന്നതും അല്ലാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഗർഭാശയത്തിലും ദുനിയാവിലും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ മരണശേഷം പ്രവർത്തിക്കുമോ? അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു അലീമുൻ, അല്ലാഹു ബസീറുൻ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹു സമീഉൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. അല്ലാഹു മുജീബുൻ, അല്ലാഹു എല്ലാവർക്കും ഉത്തരം നൽകുന്നവനാണ്. സമീഉ ദുആ, ദുആക്ക് പ്രാർത്ഥന, ദുആ അത് കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ബദ്ർ യുദ്ധം നടക്കുന്നതിന്റെ രാത്രി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തിയത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് ഇതാണ്. ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരു വലിയ ചരിത്രമാണ്. മക്ക മുശ്രിക്കുകൾക്ക് ദുരിതം ബാധിച്ചപ്പോൾ മഹാന്മാരെ കൈവടിഞ്ഞത് കൊണ്ടാണ് ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സമസ്തക്കാർക്ക് ദുരിതം ബാധിച്ചാൽ മഹാന്മാരിലേക്കാണ് മടങ്ങുന്നത്. എത്ര നീചമാണ് സമസ്തക്കാരുടെ ഈ പിഴച്ച അഖീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ച് ദുആ ചെയ്യുന്നവരെക്കാൾ, പ്രാർത്ഥിക്കുന്നവരെക്കാൾ, ഇസ്തിഗാസ നടത്തുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരുണ്ട്? അക്കൂട്ടർ അശ്രദ്ധയിലുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്ഖാഫിലൂടെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അവിടുത്തെ ശിഷ്യരായ സ്വഹാബികളെ പഠിപ്പിക്കുന്നു. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പൊ ചോദ്യത്തിന്റെ അവസരം ആദ്യം എനിക്കായതുകൊണ്ട് തന്നെ ആദ്യ ചോദ്യം ചോദിക്കുകയാണ്. വിഷയാവതരണത്തിൽ അദ്ദേഹം ആയത്തുകൾ ഓതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും സഹായം ചോദിക്കുന്നതിനുള്ളതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ ദുആ നടത്തി കഴിഞ്ഞാൽ അത് ശിർക്കാണ്, ദുആ നടത്തിയ ശിർക്കാണ് എന്നുള്ളതിൽ ഇവിടെ യാതൊരു സംശയവും ആർക്കും ഇല്ല. അതായത് ഇബാദത്ത് നടത്തിയാൽ അത് ശിർക്ക് തന്നെയാണ്. ഈ അള്ളാന്റെ റസൂല് ബദറിന് പോകുമ്പോൾ ഇബാദത്താണെന്ന് നടത്തിയിട്ടുണ്ട്, അതും അള്ളാന്റെ റസൂല് നടത്തിയിട്ടുണ്ട്. അതിനോടൊന്നും മഹാന്മാരായ ആളുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് വരികയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ അഖീദ പേച്ചതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അഖീദ പേച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ വിശ്വാസം പേച്ചവരാണ് എന്ന് നിങ്ങൾ ഇവിടെ വാദിക്കുകയും ചെയ്തു. ഒക്കെ ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ തെളിവ് കൊണ്ടുവരേണ്ടി വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും എന്റെ ചോദ്യം, വിശ്വാസത്തിലാണോ ശിർക്ക് വരുന്നത് അല്ലെങ്കിൽ കർമ്മത്തിലാണോ ശിർക്ക് വരുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. വിശ്വാസത്തിലും കർമ്മത്തിലും കൂടിയാണോ ശിർക്ക് വരുന്നത്
എന്നാണോ നിങ്ങളുടെ മറുപടി? അങ്ങനെ മറുപടിയാണെങ്കിൽ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസം തന്നെ ഉണ്ടാകുകയും ഇല്ലേ? ചോദ്യം മനസ്സിലായി തോന്നുന്നു. വിശ്വാസത്തിലാണോ കർമ്മത്തിലാണോ ശിർക്ക് വരുന്നത്, ഒരുത്തൻ മുശ്രിക്കാവുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിലാണ് ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത്. രണ്ടാമതായാണ് കർമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത്. ദാത്ത്, സിഫാത്ത്, അഫ്ആൽ എന്നീ നാമഗുണങ്ങളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നു. അഖ്സാവായത്തിൽ ഖുളൂഇ വതദല്ലുലി, പരമമായ വണക്കവും താഴ്മയും അത് അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ്. ഈ പറയപ്പെട്ട നാമഗുണങ്ങൾ ഏതെങ്കിലും മഖ്ലൂക്കുകൾക്ക് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം വകവെച്ചു കൊടുത്താൽ അതോടുകൂടി ആ മനുഷ്യന്റെ, ആ മുസ്ലിമിന്റെ വിശ്വാസത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നു. ഈ വിശ്വാസത്തോടുകൂടി ഏതൊരു മഖ്ലൂക്കിനോട് ചോദിച്ചാലും, അത് ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയവരായാലും മഹാന്മാരായാലും ജീവനില്ലാത്ത വസ്തുക്കളായാലും ജിന്നായാലും മലക്കായാലും ആരോട് ആ വിശ്വാസത്തിൽ സഹായം തേടിയാലും സഹായം പ്രതീക്ഷിച്ചാലും അവന്റെ വിശ്വാസത്തിൽ ആദ്യമായി ശിർക്ക് വന്നതുകൊണ്ട് തന്നെ ആ കർമ്മവും ആ സഹായം തേടൽ, ആ ഇസ്തിവാസ, ആ സഹായാർത്ഥന അത് ശിർക്കായി മാറുന്നു. ആദ്യമായി വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി ഏതൊരു സൃഷ്ടികളോട്, ഏതൊരു മഖ്ലൂക്കിനോട് സഹായം തേടിയാലും ആ സഹായം തേടൽ ശിർക്കായി മാറുന്നു. വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്ക് സംഭവിക്കുന്നു. ഈ വിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയാൽ ഹബാഅൻ മൻസൂറ, അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ധൂളികളെപ്പോലെ പറന്നുപോയി മുഫ്ലിസായി പൊളിഞ്ഞ് പാപ്പറായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് സലഫു സ്വാലിഹീങ്ങൾ ഇത് വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല കൃത്യമായ മറുപടി നമ്മുടെ ബാവ സാഹിബ് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ആദ്യമായി തന്നെ വിശ്വാസത്തിലാണ് ശിർക്ക് വരുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നല്ല കൃത്യമായ മറുപടിയാണ്. അതോടുകൂടി നിങ്ങൾ എഴുതിയ വാദം പൊളിഞ്ഞു. ആ വാദം പൊളിഞ്ഞുപോയി. കാരണം എന്താ, നിങ്ങൾ സഹായാർത്ഥന ശിർക്കാണ് എന്ന് എഴുതിയത്, വിശ്വാസം ശിർക്കാണ് എന്നല്ല എഴുതിയത്. അപ്പൊ സഹായാർത്ഥന ശിർക്കാണ് എന്ന് പറഞ്ഞപ്പം സത്യത്തിൽ നിങ്ങളുടെ ആ വാദം, എഴുതിയ വാദം പൊളിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം. കാരണം വിശ്വാസത്തിൽ തന്നെ ശിർക്ക് വരും, പിന്നെ അർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അർത്ഥിക്കേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ മുശ്രിക്കായില്ലേ. അപ്പൊ അർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ആ അർത്ഥന കർമ്മം വരുന്നത് എന്താ? അത് ഇബാദത്താണ്. ഈ വിശ്വാസത്തിലാകുമ്പോൾ അത് ഇബാദത്താവും. അപ്പൊ വിശ്വാസത്തിലാണ് ശിർക്ക് വരുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. ഏതായാലും നിങ്ങൾ ഇവിടെ പറഞ്ഞു അഖ്സ ആയത്തുൽ ഖുളൂ വരും എന്നാണ്. അഖ്സ ആയത്തുൽ ഖുളൂ എന്ന് പറഞ്ഞാൽ പരമമായ താഴ്മയും പരമമായ വണക്കവുമാണ്. പരമമായ താഴ്മയും പരമമായ വണക്കവും ആകുന്നത് എപ്പോൾ ആണ് എന്ന് ഒന്ന് വളരെ കൃത്യമായിട്ട് കിതാബിന്റെ ഇബാറത്ത് 4 ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് 4 പ്രമാണം കൊണ്ട് തെളിയിക്കണം. വായോണ്ട് വെറുതെങ്കിലും എന്തേ പറഞ്ഞാ പോരാ. പരമമായ വണക്കവും പരമമായ താഴ്മയും ആകുന്നത് എപ്പോഴാണ് എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കുക. സമസ്തയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഡോക്ടർ നാസർ സാഹിബ് നമ്മുടെ വാദം പരമമായ വണക്കവും താഴ്മയും അത് തെളിയിക്കുക എന്നതല്ല. നമ്മൾ തമ്മിൽ എഴുതിയിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഇസ്തിഗാസ, സമസ്തക്കാർ മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായാർത്ഥന, സഹായം തേടൽ, ഇസ്തിഗാസ, ശിർക്കായ ഇസ്തിഗാസ ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത് അത് ശിർക്കാണ്. ഇതാണ് മുജാഹിദുകളുടെ വാദം. ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന ഇസ്തിഗാസ അത് ശിർക്കല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ കൊണ്ടുവന്ന് ആധികാരികമായ മുഫസ്സിറുകളുടെ ഇബാറത്തുകൾ കൊണ്ടുവന്ന്
അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അതിനാണ് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഒന്നാണോ രണ്ടാണോ വരണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സമയം കളയാനല്ല സംവാദങ്ങളിലേക്ക് വരേണ്ടത്. ഡോക്ടർ നാസർ സാഹിബ് സഹായാർത്ഥന അത് തന്നെയാണ് ഇസ്തിഗാസ. അത് ശിർക്കാകുന്നത് അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളിൽ പങ്കു ചേർത്തുകൊണ്ടാണ് സൃഷ്ടികളോട് ഒരാൾ സഹായം തേടുന്നത്, സഹായം പ്രതീക്ഷിക്കുന്നത്. ആ സഹായം പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രം തേടേണ്ടത്, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെ മാത്രം ബഹുമാനിക്കുന്നത്, അള്ളാഹുവിനെ മാത്രം ആദരിക്കുന്നത് എന്നിങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട നാമഗുണങ്ങൾ ഏതെങ്കിലും മഖ്ലൂക്കുകൾക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ, നൽകുമ്പോൾ അവന്റെ വിശ്വാസത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നു. ആ വിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുമ്പോൾ അത് ശിർക്കായി മാറുന്നു. അത് ദുആഇന്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ അത് ഇബാദത്തായി മാറുന്നു. അങ്ങനെയാണ് അത് ശിർക്കാകുന്നത്, വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്കാകുന്നത്. പ്രിയപ്പെട്ട ബാബാ സാഹിബ്, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങളുടെ വാദം, നിങ്ങൾ പറഞ്ഞത് ഷിർക്കാണ് എന്ന് നിങ്ങളുടെ വാദം. ഷിർക്കാകുന്നത് പരമമായ താഴ്മയും പരമമായ വണക്കവും ആകുമ്പോഴാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ അത് വിഷയത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പാടില്ല. കാരണം സഹായാർത്ഥന ഷിർക്കാണ് എന്ന് നിങ്ങളുടെ വാദം അല്ലെ? ആ സഹായാർത്ഥന ഷിർക്കാകുന്നത് നിങ്ങൾ നേരത്തെ വോയിസിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പരമമായ വണക്കവും പരമമായ വിനയവും നിങ്ങൾ നൽകുന്നു. ഈ പരമമായ വിണക്കവും പരമമായ വിനയവും ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ജിന്നിനോ ആർക്ക് നൽകിക്കഴിഞ്ഞാലും അത് ഷിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഷിർക്കാകുന്നത് പരമമായ വണക്കമാണ് എന്ന്. അതുകൊണ്ട് തന്നെ പരമമായ വണക്കവും പരമമായ താഴ്മയും ആകുന്നത് എപ്പോഴാണ് എന്ന് പറയേണ്ടത് ഈ വാദത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന വിഷയമാണ്. അത് നിങ്ങൾ പറയൽ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. പിന്നെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നിങ്ങളുടെ വാദം അങ്ങ് പൊട്ടിപ്പാളീസായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഇങ്ങോട്ട് ചോദിക്കേണ്ട സമയം നിങ്ങൾക്ക് ഉണ്ട്. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ഇപ്പോൾ എന്റെ ചോദ്യത്തിന്റെ അവസരമാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം ഇതിൽ പെട്ടതല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവകാശമില്ല. കാരണം നിങ്ങളുടെ വാദം അത് ഷിർക്കാണ് എന്നാണ്. ഷിർക്ക് ആകുന്നത് എപ്പോഴാണെന്നാ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്? അത് പരമമായ വണക്കവും പരമമായ വിനയവും ആകുമ്പോഴാണെന്ന് നിങ്ങൾ നേരത്തെ വോയിസിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് പരമമായ വണക്കവും വിനയവും ആകുന്നത് എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കണം. ബഹുമാനപ്പെട്ട ഡോക്ടർ നാസർ സാഹിബ്, പരമമായ വണക്കവും താഴ്മയും ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും മഖ്ലൂക്കുകൾക്ക് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ആദ്യമായി ശിർക്ക് സംഭവിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി ഏതൊരു സൃഷ്ടികളോട് സഹായം തേടിയാലും പ്രതീക്ഷിച്ചാലും കർമ്മത്തിലും ശിർക്ക് സംഭവിക്കുന്നു. പക്ഷേ ഈ ഉള്ളവൻ പറഞ്ഞത് അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് പോയാൽ ഇസ്തിഗാസ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം ഇസ്തിഗാസ ഷിർക്കാണോ ഷിർക്കല്ലയോ എന്നതാണ് നമ്മുടെ വിഷയം. സമസ്തക്കാര്, കേരളത്തിലുള്ള സമസ്തക്കാര് സുന്നികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ഷിർക്കിലേക്കും ഹറാമിലേക്കും കുഫ്രിയത്തിലേക്കും ബിദ്അത്തിലേക്കും അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരലോകത്ത് അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടും. അതിന്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. ഇവിടെ കേരളത്തിലുള്ള മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സലഫികളായ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ഹറാമ്, എന്താണ് കുഫ്രിയത്ത് എന്നൊക്കെ വളരെ കൃത്യമായി സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, അള്ളാഹുവിലേക്കുള്ള മാർഗം വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് സുന്നി ആദർശത്തിൽ നിന്നുകൊണ്ട് അത് മുജാഹിദുകളാണ്. അത് മുജാഹിദുകൾക്ക് തെളിയിക്കാൻ സാധിക്കും. സുന്നികൾ എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിന് സാധ്യമല്ല
ഇവിടെ മമ്പുറം തങ്ങളെ സഹായിക്കണമേ, ഷേഖെ കാക്കേണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെ സമസ്തക്കാർ വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി സംവാദം നടത്തുകയും ഈ സംവാദം പോലും അതിനുവേണ്ടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മരണപ്പെട്ടു പോയ മമ്പുറം തങ്ങളോട് ഇസ്തിഗാസ നടത്തുമ്പോൾ, സഹായാർത്ഥന നടത്തുമ്പോൾ, ഷേഖിനോട് നടത്തുമ്പോൾ, ബദരീങ്ങളോട് നടത്തുമ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിർക്കാണ് എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അഡ്മിന്മാർ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന്റെ വാദം ഷിർക്കാണ് എന്ന, ഷിർക്കാകുന്നത് പരമമായ വിനയവും പരമമായ താഴ്മയും ആണ് എന്നാണ്. അപ്പൊ അതൊരു മറ്റൊരു വിഷയമാണ്. അപ്പൊ ഷിർക്ക് അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? മറ്റൊരു വിഷയമാണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതിയ വാദം ഷിർക്ക് അല്ല എന്നാണോ? അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുകയില്ല എന്നുള്ളത് പൂർണ്ണമാണ്. കാരണം ഇവിടെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വാദവും എന്താണ്? പരമമായ വിനയവും പരമമായ താഴ്മയുമാകുമ്പോൾ അത് ഷിർക്കാകുന്നു. അപ്പൊ ഷിർക്കാണ് എന്നതല്ല നമ്മളെ ഇപ്പോഴത്തെ വിഷയം, സഹായത്തേട്ടം എന്നതാണ്. ഇതൊരു ജനങ്ങളെ മുമ്പിൽ പറയാൻ പറ്റുമോ സുഹൃത്തെ? എന്നാ ഞാൻ ചോദിക്കട്ടെ, സഹായത്തേട്ടമല്ലേ? ഒരു സഹായത്തേട്ടം അത് ഷിർക്കാകുന്നത്, അതായത് വിളിക്കപ്പെടുന്നതിനുള്ള ആരാധനയാവുന്നത് അതേത് വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എന്ന് കിതാബിന്റെ ഇബാറത്ത് പറഞ്ഞാല് ഇൻഷാ അല്ലാഹ് നാലാലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കണം. കാരണം ഒരു സഹായത്തേട്ടമാണ് നമ്മളവിടുത്തെ വിഷയം. അപ്പൊ ഒരു സഹായത്തേട്ടം വിളിക്കപ്പെടുന്നതിനുള്ള ആരാധനയാകുമ്പോഴാണല്ലോ അത് ഷിർക്കാകുന്നത്. എപ്പോഴാണ് ആ സഹായത്തേട്ടം ഏത് വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ആരാധനയാകുന്നത് എന്ന് കിതാബിന്റെ ഇബാറത്ത് പറ. ഒന്നിന് ഏതായാലും മറുപടിയില്ല, രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല, മൂന്നിനും മറുപടിയില്ല. ഇനി ഇതിനെന്തെങ്കിലും മറുപടി പറയണം. നാസിർ സാഹിബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ സൂക്തം, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹായാർത്ഥന അതവർ കേൾക്കുകയില്ല. നിങ്ങളുടെ ഇസ്തിഗാസ അതവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടിരുന്നുവെങ്കിൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നതുമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കുന്നതുമാണ്. ആധികാരികമായിട്ടുള്ള മുഴുവൻ മുഫസ്സിരീങ്ങളും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഏത് തഫ്സീർ പരിശോധിച്ചാലും, ലഫ്ളം ബിൽ ലഫ്ളം അന പറഞ്ഞാലും ഇവിടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന, എന്താണ് ഇസ്തിഗാസ, എന്താണ് സഹായാർത്ഥന എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളാവട്ടെ, മരണപ്പെട്ടു പോയ അമ്പിയാക്കളാവട്ടെ, ജീവിച്ചിരിക്കുന്ന മഹാന്മാരാവട്ടെ, ഔലിയാക്കളാവട്ടെ, മരണപ്പെട്ടു പോയ ഔലിയാക്കളാവട്ടെ, മഹാന്മാരാവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, സാധാരണക്കാരാവട്ടെ, അതല്ലെങ്കിൽ ജിന്നാവട്ടെ, മലക്കാവട്ടെ, പിശാചാവട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രം തേടേണ്ടത്. ഇസ്തിഗാസ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇസ്തിഗാസ നടത്തുന്നത്. അത് സൃഷ്ടികളോടല്ല നടത്തേണ്ടത്, മരണപ്പെട്ടു പോയ അമ്പിയാക്കളോടും ഔലിയാക്കളോടുമല്ല നടത്തേണ്ടത്, അത് അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം 25 പ്രവാചകന്മാരുടെ ദുആകൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബി എന്റെ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഴുവൻ ഇസ്തിഗാസയും പ്രാർത്ഥനയും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ബാവാ സാഹിബെ, ആവാത്ത പണിക്ക് നിൽക്കരുത് എന്ന് ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്.
കാരണം ഞങ്ങൾ ഇവിടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് വേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം ഒരു ഒരു സഹായത്തേട്ടം അത് ഏത് വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് വിളിക്കപ്പെടുന്നതിനുള്ള ആരാധനയാകുന്നത്? അതിനൊരു പ്രമാണം, 4 പ്രമാണം കൊണ്ട് തെളിയിക്കാനാ പറഞ്ഞത്. നിങ്ങളിപ്പോ പറഞ്ഞതോ ഇൻതദുഊഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അർത്ഥപ്രകാരം ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ ദുആ ഓല് കേൾക്കുകയില്ല, നിങ്ങളെ ദുആ ഓല് കേൾക്കുകയില്ല, ഓരെന്താക്കൂല, ഉത്തരം ചെയ്യുകയുമില്ല. ഞാൻ ഉത്തരം ചെയ്യുമോന്നോ അല്ലെ ഒരു കേൾക്കുമോന്നോ? പ്രാർത്ഥിച്ചാൽ ഇബാദത്ത് എടുത്താൽ എന്താകുക എന്നാണോ ഞാൻ ചോദിച്ചത്? ആകുന്നത് എപ്പോൾ എന്നല്ലേ ചോദിച്ചത്? ഏത് വിശ്വാസത്തിൽ എന്നല്ലേ ചോദിച്ചത്? അതിനല്ലേ മറുപടി പറയേണ്ടത്? പിന്നെ നിങ്ങൾ ഓതിയ ആയത്ത് വളരെ കൃത്യമാണ്. അത് മക്ക മുശ്രിക്കുകൾ അവതരിച്ച ആയത്താണ്. അവർ അസ്നാമിനുകളെ വിളിച്ചു. അസ്നാമിനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ ആരാധന അവർ കേൾക്കുകയില്ല. കാരണം അന്നഹും ജമാദ്, അത് നിർജീവമായ വസ്തുക്കളാണ്. നിർജീവമായ അമ്പിയാക്കളാണ് എന്നോ അല്ല ഔലിയാക്കളാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. അവിടെ വിളിച്ചാൽ എന്താണ്? അത് ആരാധന. അതെപ്പോഴാണ് ഓലക്ക് ആരാധനയായത്? നിങ്ങൾ പറഞ്ഞ പ്രകാരം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ വാദം പൊളിഞ്ഞു. കാരണം വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, മക്ക മുശ്രിക്കുകൾ അല്ലാഹുവിനെ വിട്ട് വിളിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ദിക്റുഹു തആല വആലിഹത്തല്ലതി യദ്ഊനഹൽ മുശ്രികൂന അർബാബൻ വആലിഹത, ഇലാഹുകളെന്നും റബ്ബുകളെന്നും വിശ്വസിച്ചുകൊണ്ടാണ് അവർ വിളിച്ചത്. അതുകൊണ്ടാണ് ആയിട്ടുള്ളത്, അല്ലാതെ സഹായം ചോദിച്ചത് കൊണ്ടല്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്, റബ്ബാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത്, അല്ലാതെ സഹായം ചോദിച്ചതല്ല എന്ന് മൗലവി മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട നാസർ സാഹിബെ, യുക്തിവാദം അഖലാനിയത്ത് വിളമ്പാനല്ല സംവാദങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഇവിടെ നഖൽ കൊണ്ടാണ് സംസാരിക്കുന്നത്, പ്രമാണം കൊണ്ടാണ് സംസാരിക്കുന്നത്. അഖൽ കൊണ്ട് ഈ ഉള്ളവൻ സംസാരിക്കുന്നില്ല. വളരെ കൃത്യമായി ഒന്നാമത്തെ പ്രമാണമായ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഉള്ളവൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ ആയത്തിൽ ആധികാരികമായിട്ടുള്ള ധാരാളം മുഫസ്സിരീങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ നാസിർ സാഹിബ്, ഹും എന്ന ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? അസ്നാമിലേക്ക് മാത്രമാണോ? ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക് മാത്രമാണോ? അതല്ല, ജീവനുള്ള ഹയ്യുള്ളതിലേക്ക് മടങ്ങുന്നുണ്ടോ? ആധികാരികമായിട്ടുള്ള മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ആദ്യം വിഷയാവതരണത്തിൽ ഈ ഉള്ളവൻ ഉദ്ധരിച്ച ആയത്ത് സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതില് മൻ എന്നത് ആരാണ്? ബുദ്ധിയുള്ളവരാണ്, അഖലുള്ളവരാണ് എന്ന് ആധികാരികമായിട്ടുള്ള തഫ്സീറുകളിൽ കാണാം. സമസ്തക്കാരായ നിങ്ങൾ പൂവിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീറിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ആയത്തിൽ പറയുന്നു ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. ആരാണ് അശ്രദ്ധര്? ബിംബമാണോ അശ്രദ്ധര്? അസ്നാമ് അശ്രദ്ധരാണോ? അതോ ബുദ്ധിയുള്ളവരാണോ അശ്രദ്ധര്? എവിടേക്കാണ് ഡോക്ടർ നാസിർ സാഹിബ് നിങ്ങൾ സംവാദങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആധികാരികമായിട്ടുള്ള തഫ്സീറുകൾ പരിശോധിച്ചുകൊണ്ട്, കൃത്യമായ ഇബാറത്ത് പരിശോധിച്ചുകൊണ്ടായിരിക്കണം സംവാദങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന ഇസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഉനി, എന്നോട് ദുആ ചെയ്യുക, എന്നോട് ഇസ്തിഗാസ നടത്തുക, അസ്തജിബ് ലക്കും, ഞാനാണ് ഉത്തരം നൽകുന്നവൻ. ഇന്നല്ലദീന ഇസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് ദുആ ചെയ്യാൻ, ഇസ്തിഗാസ നടത്താൻ നിങ്ങൾ വിമുഖത കാണിക്കുന്നുവോ, നിങ്ങൾ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമസ്തക്കാർ വിശ്വസിക്കുന്ന രൂപത്തിലുള്ള മരണപ്പെട്ട അമ്പിയാക്കളോട്, ഔലിയാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ, സഹായാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ടോ? ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമസ്തക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന
അവര് സംവദിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന, ഇസ്തിഗാസ, അത് ഷിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്ന വിശ്വാസത്തോടു കൂടി, പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് സമസ്തക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു വേണ്ടി സംവദിച്ചു കൊണ്ടിരിക്കുന്നതും. വളരെ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത്തിബാഉ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുത്തെ മാതൃകയുണ്ടോ? അവിടുത്തെ സലഫു സ്വാലിഹീങ്ങളിൽ മാതൃകയുണ്ടോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും നിന്നുകൊണ്ട് വളരെ കൃത്യമായി ഈ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി നൽകുക ബഹുമാനപ്പെട്ട സമസ്തയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഡോക്ടർ നാസർ സാഹിബ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇബാറത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഒരു സഹായത്തേട്ടം അത് വിളിക്കപ്പെടുന്നതിനുള്ള ആരാധനയായിട്ട് അള്ളാഹു പരിഗണിക്കുന്നത് ഏത് വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എന്നതിനുള്ള ഒരു ഇബാറത്തായിരുന്നു പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ആ ഇബാറത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നത് ഇവിടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു ഇബാറത്ത് ഇല്ലതാനും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കും, ഇവിടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇബാറത്ത് വളരെ കൃത്യമായി കൊണ്ട് പറയാം. ഏത് അദ്ദേഹം ഓതിയ ആയത്ത്, മക്കാ മുശ്രിക്കുകളായ ആളുകൾ ആ അസ്നാമിനെ വിളിച്ചിരുന്നു. ആ വിളിച്ച വിളി എങ്ങനെയാണ് അവരെ മഅബൂദാക്കിയതാണ്. എങ്ങനെയാണ് അവർ മഅബൂദാക്കിയത്? അവരുടെ വിശ്വാസം അതിലെന്തായിരുന്നു? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് യഖൂലുഹു തആല ദിക്റുഹു ആലിഹത്തൻ ലതി യദ്ഊനഹൽ മുശ്രികൂന അർബാബൻ വആലിഹത്തൻ. ഇലാഹാണെന്ന നിലക്കും റബ്ബാണെന്ന നിലക്കുമാണ് അവർ വിശ്വസിച്ചത്. അപ്പോൾ മഅബൂദായി. അങ്ങനെ നിങ്ങൾ മഅബൂദാക്കുകയാണെങ്കിൽ ഇലാഹാണെന്ന് റബ്ബാണെന്ന് ഏത് വസ്തുവിനെ വിശ്വസിക്കുകയാണെങ്കിലും ഏത് അത് കമായൊക്കൽ ബുദ്ധിയുള്ള ആളുകളെ, കൽ മലായിക്കത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. വൽ ജിന്നുകളും ജീവിച്ചിരിക്കുന്നവരല്ലേ. പിന്നെ അമ്പിയാക്കളും ഷയാത്തീന്, അമ്പിയാക്കളും ശൈത്താന്മാരും എന്നാ പറഞ്ഞത്. അപ്പൊ അവരിലേക്കൊക്കെ മടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് മഅബൂദാക്കി കഴിഞ്ഞാൽ, ഇലാഹാണെന്ന് റബ്ബാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മഅബൂദാകും. അങ്ങനെ മഅബൂദായി കഴിഞ്ഞാൽ ആ മഅബൂദായാൽ മടങ്ങുന്ന. അപ്പം നമ്മുടെ മൗലവിയുടെ വാദം എന്തായിരുന്നു? മരിച്ചോലോട് നെനി. ഇതിപ്പോ മരിച്ചോലോടല്ല, ഏത് ജീവിച്ചിരിക്കുന്ന ആളുകളും പെടും എന്ന് വളരെ കൃത്യമായി. ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇതിൽ പെടും, അടുത്തുള്ള അമ്മയും പെടും, വാപ്പിയും ഒക്കെ പെടും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇത് ഈ വിഷയത്തെ കുറിച്ചുകൊണ്ട് ഞാൻ അല്പം കഴിഞ്ഞ് പിന്നീട് ചോദിക്കും. എന്റെ ചോദ്യത്തിന്റെ അവസരത്തിൽ ഏതായാലും ആൻസർ പറയാം. ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മക്കാ മുശ്രിക്കുകൾ അവതരിച്ച ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് ബാധകമാക്കുന്ന ഖവാരിജിന്റെ പണിയാണ് മുജാഹിദ് പ്രസ്ഥാനം എടുക്കുന്നത് എന്ന് വളരെ കൃത്യമായി. അപ്പൊ മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവരെന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലേ? അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസമാണ് ഷിർക്ക്. അതേ ആയത്തിൽ തന്നെ നമുക്കറിയാം. അപ്പൊ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി ശുപാർശ ചെയ്യുന്നോ വിശ്വസിച്ചാലോ അത് ഷിർക്കില്ല. അങ്ങനെ സഹായം ചോദിച്ചാലോ ഷിർക്കില്ല. അതന്നെ തഫ്സീർ റൂഹുൽ ബയാനിൽ നമുക്ക് കാണാം. വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇല റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാഇ വഇൻ കാനൂ മഖ്ലൂഖീൻ فإن استمداد منهم وتوسل بهم والانتساب إليهم من حيث أنهم مظاهر الحق ومجال أنواره ومراء كمالاته وشفاعه في الأمور الظاهرية والباطنة له آيات الجليلة وليس ذلك بشرك أصلا بل هو عين التوحيد ومطالعة الأنوار من مطالعها ومكاشفة الأسرار من مساحفها. അംബിയാ ഔലിയാക്കൾ സൃഷ്ടികളാണെങ്കിലും അവർ അള്ളാഹുവിന്റെ അനുമതിയോടെ ആ ശുപാർശ ചെയ്യുമെന്ന നിലക്കും അള്ളാഹു സഹായ കേന്ദ്രമായി നിശ്ചയിച്ചവരാണെന്ന നിലക്കും നിശ്ചയിച്ചവരാണെന്ന നിലക്കും അവരുടെ ആത്മാക്കളിലേക്ക് മുന്നിടുന്നതും അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതും ആ വിഗ്രഹാരാധനയിലേക്ക് ചേരുകയില്ല
ഇത് വിഗ്രഹാരാധനയുടെ ഭാഗമല്ല നമ്മൾ ചെയ്യുന്നത്, അത് ശിർക്കുമല്ല, അത് തൗഹീദ് തന്നെയാണ് എന്ന് റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ വളരെ കൃത്യമായി കൊണ്ടുപറയുന്നു. ഡോക്ടർ നാസർ സാഹിബ് ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയണം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. 8 വർഷക്കാലം അവിടുന്ന് ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പല സ്വഹാബിമാരും ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് പല ബദരീങ്ങളും അവിടുന്ന് വഫാത്തായി പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് 8 വർഷക്കാലം അവിടുന്ന് ജീവിച്ചുവല്ലോ. ആ 8 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ബദരീങ്ങളോട് ഇസ്തിഗാസ നടത്തുവാൻ, സഹായാർത്ഥന നടത്തുവാൻ അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്വഹാബിമാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും താബിഈങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും താബിഈങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്, ഈ 4 ഇമാമീങ്ങൾ ഇവരൊക്കെ ഉൾപ്പെട്ടവരാണല്ലോ സലഫു സ്വാലിഹീങ്ങൾ. ഈ സലഫു സ്വാലിഹീങ്ങളിൽ മാതൃകയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടോ? സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായാർത്ഥന, ഇസ്തിഗാസ, അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്ന് വാദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത്? കൃത്യമായി വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് അനുവദനീയമാണ് എന്നുള്ളതിന് നാം ഖുർആനിലെ തഫ്സീർ കൊണ്ടാണല്ലോ ഞാൻ തെളിയിച്ചത് അത് തൗഹീദ് തന്നെയാണ്. മുകളിലുള്ള തഫ്സീർ കൊണ്ട് തന്നെ, റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിലുള്ള തഫ്സീർ കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് അനുവദനീയമാണ്. നമ്മൾ ശിർക്കല്ല എന്നാണ് ഞങ്ങളുടെ വാദം. അത് അനുവദനീയമാണ്, ശിർക്ക് അല്ല, തൗഹീദ് തന്നെയാണ് എന്ന് നേരത്തെ ഞാൻ തഫ്സീറുകളിൽ വളരെ കൃത്യമായി തഫ്സീർ വായിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയാണ്. നമുക്കുള്ള പ്രമാണം 4 പ്രമാണമാണ്. ഇന്നാൾ ചെയ്തിട്ടുണ്ടോ, ഇന്നാൾ ചെയ്തിട്ടുണ്ടോ, ഇന്നാൾ ഇതാക്കിയിട്ടുണ്ടോ എന്നതല്ല, ചെയ്തത് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ ഒരു തെളിവ് ഇല്ല. നമ്മൾ സംവാദത്തിൽ എഴുതിയിട്ടുള്ളത് 4 പ്രമാണമാണ്. അത് ഖുർആനിന്റെ തഫ്സീർ കൊണ്ട് തന്നെ വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇന്ന് ഒരു ആയത്ത് കൂടി പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വളരെ കൃത്യമായിട്ട് ആയത്തിൽ പറയുകയാണ്. ആ ആയത്തിൽ പറഞ്ഞതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, എന്ത്, നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്നെ പറയുന്നു, യുർഷിദു തആല അൽ ഉസാത വൽ മുദ്രിബീന ഇദാ വഖഅ മിൻഹുൽ ഖത്ത വൽ ഇസ്യാൻ അൻ യഅതു ഇലാ റസൂലില്ലാഹ് ويستغفر الله عنده ويسألوه ويستغفر لهم فإنهم إذا فعلوا ذلك تواب الرحيم ذلك تاب الله عليهم ورحمهم وغفر لهم ولهذا قال لوجد الله تواب الرحيم. പാപികളും ദോഷികളുമായ എല്ലാ ആളുകൾക്കും ഈ ആയത്തിലൂടെ അല്ലാഹ് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നു. എന്താ അവർ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണമെന്ന്. ഡോക്ടർ നാസർ സാഹിബ്, റസൂലുള്ളാഹിന്റെ ഇത്തിബാ ഉണ്ടോ? സലഫു സ്വാലിഹീങ്ങളുടെ ഇത്തിബാ ഉണ്ടോ? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വലൗ അന്നഹും ഇളലമു എന്ന ആയത്ത്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും ഉണ്ടോ? മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത്, ഇസ്തിഗാസ നടത്തുന്നത് ജായിസാണ്, അനുവദനീയമാണ്, ശിർക്കല്ല എന്ന് മാതൃകയുണ്ടോ? ഇവരാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇവരാരെങ്കിലും അങ്ങനെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ?
ഈ ആയത്ത് തൗബയുടെ ശുറൂത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ സകല മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നത്. യാ റസൂലല്ലാഹ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ യാ ബദർ ശുഹദാ അവിടുന്ന് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നിങ്ങനെയുള്ള മരണപ്പെട്ടുപോയ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിക്കൊണ്ട് ഇസ്തിഗാസ നടത്തിക്കൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ നേർമാർഗത്തിലാക്കേണമേ എന്നവിടുന്ന് ഇസ്തിഗാസ നടത്താൻ സാധിക്കുമോ? വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഖുർആൻ തെളിവല്ലേ? നിങ്ങൾക്ക് ഖുർആൻ തെളിവല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾ വിട്ടെങ്കിൽ നിങ്ങൾ പറയണം. ഖുർആനിലെ ആയത്ത് വളരെ കൃത്യമായി തന്നു. അതിന് നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്ന തഫ്സീറും തന്നു. അനുവദനീയമാണ് എന്നതിനിക്ക് ആ തഫ്സീർ നിങ്ങൾക്ക് പോരാ. ഇനിയോ ആ തഫ്സീറിന്റെ നേരെ ചോട്ടിന് തന്നെ കാണാം എന്ത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായി കൊണ്ട് ഇസ്തിഹാസ ചെയ്ത വിഷയം, ഒരു തുബിയുടെ സംഭവം വളരെ കൃത്യമായി കൊണ്ട് മഷ്ഹൂറായ ഹിക്കായത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി കൊടുത്തതും കാണാം. അതുകൊണ്ട് ഈ ആയത്തനുസരിച്ചുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് അത് ചെയ്യാമെന്നും വളരെ കൃത്യമാണ്. മാത്രവുമല്ല, ഇത് തൗബയുടെ ഷർത്താണെന്ന്, തൗബയുടെ ഷർത്തായിട്ട് അള്ളാന്റെ റസൂലിനോട് സഹായം ചോദിക്കൽ എണ്ണിയിട്ടില്ല. ഇത് തൗബയുടെ ഷർത്തല്ല എന്ന് തന്നെയാണ് മഹാനായ ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ആയത്തിൽ വളരെ കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. ഈ ആയത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന്. അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് റസൂലായത് കൊണ്ട് ഞങ്ങൾ ഇന്നും ആദരിക്കുന്നു. ഈ ആദരവിനെ ആരാധനയിലേക്ക് കൂട്ടിക്കെട്ടുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാരെ, നിങ്ങൾക്കാണ് തെളിവ് വേണ്ടത്, നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. എങ്കിലും ഞാൻ പറയാം, ولن يكن واستغفرت لهم إجلالا لرسول الله عليه السلام وأنهم إذا جاءوه فقد جاءوا من خص الله برسالته وأكرمه بوجهه. അള്ളാഹു അപ്രകാരം അവിടെ പറഞ്ഞത് റസൂലിനെ ആദരിക്കാനാണ്. നബിയെ അവർ സമീപിക്കുമ്പോൾ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും ദിവ്യ സന്ദേശം നൽകി ആദരിക്കുകയും ചെയ്ത ഒരു വലിയ റസൂലാണ് എന്നതിനെ അംഗീകരിക്കാൻ വേണ്ടി, സൃഷ്ടികൾക്കും ഇടയിൽ ഇടയാളനാക്കാൻ വേണ്ടിയുമാണ്, സൃഷ്ടികൾക്കും അള്ളാഹുവിനും ഇടയിൽ ഇടയാളനാക്കുവാൻ വേണ്ടിയുമാണ് ഇവിടെ അള്ളാഹിന്റെ റസൂല് അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ്. അത് വളരെ കൃത്യമായി കൊണ്ട് ഖുർആൻ ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി ഇമാമിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇമാം ഷാഫി തങ്ങൾ ചെയ്തത് വളരെ കൃത്യമാണ്. ഇന്നി ലാ തബറകു ബി അബി ഹനീഫ വഅജിഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ യഅനി സായിറൻ വഇദാ അറൗതു ലി ഹാജതി സല്ലൈതു റകഅതൈനി വഅജിഉ ഇലാ ഖബരിഹി വസഅൽതു അല്ലാഹു അൽ ഹാജതു ഇൻദഹു വമാ തബഅദു അൻ ഹത്ത. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടു കഴിഞ്ഞാൽ ഞാൻ ആരുടെ അടുത്തേക്ക് പോകും? അബു ഹനീഫയുടെ ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആവശ്യങ്ങൾ ഞാൻ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കും, എന്റെ ആവശ്യം പൂർത്തീകരിച്ചു തരാറുമുണ്ടോ? ഡോക്ടർ നാസർ സാഹിബ് മുജാഹിദുകളുടെ നേതാവ് ഇബ്നു തൈമിയ അല്ല, ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞങ്ങൾ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും നിന്നുകൊണ്ടാണ്, സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ മരണപ്പെട്ടുപോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ സഹായാർത്ഥന അത് ഷിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്നാണല്ലോ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ നിങ്ങൾ ആയത്തുകൾ
പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ തഫ്സീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം ഷാഫിഈ റഹ്മഹുല്ല ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് മുഴുവനും ദുർവ്യാഖ്യാനമാണ്. ഇത് നിങ്ങളുടെ കുതന്ത്രങ്ങളുടെ ഭാഗമാണ്. എന്റെ ചോദ്യത്തിന്റെ അവസരമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ദഅവത്ത് അംഗീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മക്ക മുശ്രിക്കുകളിൽ നിന്നാണ്, ജൂതരിൽ നിന്നാണ്, ക്രിസ്ത്യാനികളിൽ നിന്നാണ്. മക്ക മുശ്രിക്കുകൾ മരണപ്പെട്ടു പോയ പല മഹാന്മാരെയും വിളിച്ച് സഹായം തേടിയവരായിരുന്നു, ഇസ്തിഗാസ നടത്തിയവരായിരുന്നു. അതേപോലെ തന്നെ ജൂത ക്രിസ്ത്യാനികളും പല നബിമാരെയും മഹാന്മാരെയും വിളിച്ച് ഇസ്തിഗാസ നടത്തിയവരായിരുന്നു, സഹായാർത്ഥന നടത്തിയവരായിരുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സ്വഹാബികൾ ആയതിന്റെ ശേഷം മരണപ്പെട്ടു പോയ ഏതെങ്കിലും അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ അവർ വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? മൂസാ നബിയെ വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഈസാ നബിയെ വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? മറിയം ബീവിയെ വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഇസ്മായിൽ നബിയെ, ഇബ്രാഹിം നബിയെ വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഇത് കൃത്യമായി ഈ ചോദ്യത്തിന് ഡോക്ടർ നാസർ സാഹിബ് കൃത്യമായി മറുപടി നൽകണം. പ്രിയപ്പെട്ട ബാബാ സാഹിബ്, നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ അല്ല എന്ന് നിങ്ങൾ കുടുങ്ങുമ്പോൾ പറയുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇബ്നു തൈമിയ ചില കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള മുജാഹിദിന്റെ വാദത്തിന് എതിരായിട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ നേതാവ് ഖവാരിജിയാക്കളുടെ പരമ്പരയിൽപ്പെട്ട ഇബ്നു അബ്ദുൽ വഹാബാണ് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആരായിരുന്നു ഖവാരിജിയാക്കൾ? നിങ്ങളെപ്പോലെ ഖുർആനും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, സുന്നത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ ആയിരുന്നു. ഇനി സഹാബത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. സഹാബത്ത് ചെയ്തിട്ടുണ്ട്. സഹാബത്ത് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗമായപ്പോൾ തന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ ബന്ധുക്കളോട് ഒരു വസിയത്ത് നടപ്പിലാക്കുകയാണ്. എന്താണ് വസിയത്ത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്താണ് കുളിപ്പിക്കണം, മറമാടണം, കഫൻ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കണം. നിസ്കരിച്ചുകൊണ്ട് ജനാസമായി നിങ്ങൾ പോകണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. ജനാസയുള്ള റൂമിന്റെ വാതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സമ്മതം ചോദിക്കണം. സമ്മതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ അവിടെ മറമാടണം എന്ന് പറയുകയാണ്. അങ്ങനെ റസൂലിന്റെ അടുത്തേക്ക് അങ്ങേട്ട് അതാ കൊടുക്കുന്നു, സമ്മതം ചോദിക്കുന്നു ആ ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ സമ്മതം ചോദിച്ച അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം കൊടുക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറും ഫിൽ ബാബ് യസ്തഅദിനുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കറാണ് ഈ വാതിലുള്ളത്, അതുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് അങ്ങ് മറവ് ചെയ്യാൻ സമ്മതം ചോദിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂല് ആ ഖബർ ഷരീഫിൽ നിന്ന് പറയുന്നു, എന്റെ ഹബീബായ സിദ്ദീഖിനെ, അവരുടെ ഇഷ്ടത്തോയനായ എന്റെ അരികിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കൂ. ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാകുന്നു എന്ന് വളരെ കൃത്യമായി കൊണ്ട് സഹാബത്തിന്റെ ഇജ്മാ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. സഹാബത്ത് ഒന്നടങ്കം ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 1150 വർഷം മുമ്പുള്ള ഗ്രന്ഥം അല്ലാമ ആജൂരിയുടെ കിതാബ് ശരീഅയിൽ നോക്കിക്കോ, തഫ്സീറുൽ കബീറിൽ നീ നോക്കിക്കോ, ഇമാം റാസി തങ്ങളുടെ. അപ്പോൾ മുസ്ലിങ്ങളിൽ ഇത് എന്താണ് ഉള്ളത് തന്നെയാണ്. ഡോക്ടർ നാസർ സാഹിബ്, മുജാഹിദുകൾ ഇമാമുമാരെയാണ് അംഗീകരിക്കുന്നത്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ചത് ഇല്ലാ സ്വാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന സ്വാഹിബ് ഒഴികെ ഏതൊരു മനുഷ്യന്റെ വാക്കിലും കൊള്ളേണ്ടതുമുണ്ടാകും തള്ളേണ്ടതുമുണ്ടാകും എന്നല്ലേ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഏത് ഇമാമുമാരാണെങ്കിലും
എല്ലാവർക്കും ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞത് ബാധകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ദീന് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം പറഞ്ഞു. ഡോക്ടർ നാസർ സാഹിബ് സ്വഹിയായ ഹദീസ് അതല്ലെങ്കിൽ സ്വഹിയായ സംഭവം പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കേണ്ടത്. സ്വഹിയല്ലാത്തത് കൊണ്ടുവന്നാൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലോ മൻഹജിലോ ഉള്ളതല്ല. ഇനി എന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സമസ്തക്കാരുടെ വിശ്വാസപ്രകാരം ഇസ്തിഗാസ നടത്താതെ, അതായത് സമസ്തക്കാർ മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നു, മുജാഹിദുകൾ നടത്തുന്നില്ല. മുജാഹിദുകൾ അത് ഷിർക്കാണെന്ന് പറയുന്നു. സമസ്തക്കാര് ഷിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്നാണല്ലോ പറയുന്നത്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നു, അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്നു, അള്ളാഹുമായി വിചാരണ നേരിടുന്നു. വലാ യദ്ലിമു റബ്ബുക അഹദാ, അള്ളാഹു ഒരു തരിമ്പ് പോലും അനീതി ചെയ്യുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ പരലോകത്ത് ആരാണ് വിജയികളുടെ കക്ഷികൾ? അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തിയവരാണോ? അതെല്ലാം മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയവരാണോ? സമസ്തക്കാർക്കൊരു ദുരിതം ബാധിച്ചാൽ, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മുജാഹിദുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് വിളിച്ച് സഹായം തേടുക? അപ്പോൾ സമസ്തക്കാര് പറയും, ഓ മുജാഹിദുകളെ, യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ ഞങ്ങളുടെ അഞ്ചാമത്തെ ചോദ്യം, ഇവിടെ അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തിയ മുജാഹിദുകളാണോ, അതല്ല മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയ സമസ്തക്കാരാണോ? അള്ളാഹുവിന്റെ കോടതിയിൽ മുവഹിദീങ്ങൾ വിജയികൾ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? മറുപടി നൽകൂ. ബാബാ സാഹിബ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? മുജാഹിദുകളാണോ അല്ലെങ്കിൽ സുന്നികളാണോ മുവഹിദീങ്ങൾ? ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് സുന്നികളാണ് മുവഹിദീങ്ങൾ. കാരണം എന്ത്? മുജാഹിദ് പ്രസ്ഥാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൽ പിഴച്ചവരാണോ? കാരണം എന്ത്? എന്തേ കാരണം? ഒരു മുഅ്മിനാകണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവന് പങ്കുകാരില്ല, അവൻ ഒരാളെ പോലെയുമല്ല, അവന് തുല്യനായിട്ടില്ല, അവൻ എന്നൊന്നും ജീവിക്കുന്നവനാണ്, അവന് മരണമില്ല, അവന് ഉറക്കമില്ല, അവന് ക്ഷീണമില്ല. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിച്ചാൽ മാത്രം മതിയോ? ഇല്ല, അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുകയും വേണം. അപ്പോഴാണ് മുഅ്മിനാകുക. പക്ഷെ അങ്ങനെ മാത്രം ഇബാദത്ത് എടുത്തോണ്ട് കാര്യമുണ്ടോ? അതുമില്ല. കാരണം എന്തേ? പിന്നെ ഒന്നുകൂടി വിശ്വസിക്കേണ്ടതുണ്ട്. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം, ദൂതനാണെന്ന് വിശ്വസിക്കണം, ശുപാർശകനാണെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം മതിയോ? അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ആ പ്രവർത്തനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇല്ല. വിശ്വാസവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇല്ല. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് എന്താണ്? ശുപാർശകനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കാണ്, ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. എന്താ അവർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എന്താ? മക്കാ മുശ്രിക്കുകളായ ആളുകൾ മരണപ്പെട്ടവർ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഇപ്പൊ ശുപാർശ ചെയ്യുന്ന വിശ്വസിക്കുകയാണെങ്കിലോ അത് ശിർക്കാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനക്കാർ ഷഹാദത്തിൽ പേച്ചവരായത് കൊണ്ട് തന്നെ അവർ ദീനുൽ ഇസ്ലാം ഇന്ന് പുറത്തു തന്നെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ ഈ ഷഹാദത്ത് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നതിന് ഏറ്റവും വലിയ രേഖ എന്താണ്? കാരണം അത് ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. 1 ഷഹാദത്ത് എന്താണ്? കർമ്മമാണ്. രണ്ടാമത്തേത് നിസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ കർമ്മങ്ങളാണ്. ഈ കർമ്മത്തിന്റെ ഭാഗത്തിലാണ് അത് എന്താക്കി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ഈമാൻ കാര്യത്തിലല്ല പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് അല്ലാണ്ട് റസൂലിനെ എന്താക്കണം? ശുപാർശയാകാനാണെന്ന് വിശ്വസിക്കണം, ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുകയും വേണം. എന്തിൽ മാത്രം